السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. റമളാൻ എന്നാണോ റമളാൻ മാസം എന്നാണോ പറയേണ്ടത്? രണ്ടും ശരിയാണ് എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ഹൽ യുഖാലു റമളാനു ഔ ഷഹ്റു റമളാൻ വമൻ റആ കുല്ലഹു വാസിഅൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരൊക്കെ നോമ്പ് പിടിക്കുന്നുവോ റമളാനിൽ, എന്നിട്ട് വീണ്ടും പറഞ്ഞു ആരൊക്കെ നോമ്പ് പിടിക്കാതിരിക്കുന്നുവോ റമളാന് മുമ്പ്. അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, 1914 ഹദീസിലുണ്ട്, 1-2 ദിവസം മുമ്പ് റമളാൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് നോമ്പ് പിടിക്കാതിരിക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൻ്റെ പിറവി അല്ലെങ്കിൽ ആദ്യ ദിവസം നഷ്ടപ്പെട്ടേക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ്. കാരണം വെൽപ്പെ സുന്നത്ത് നോമ്പിൻ്റെയൊക്കെ നിയത്ത് വെച്ചിട്ട് പണി കിട്ടാം അതുകൊണ്ട്. അപ്പോൾ ആ റമളാൻ മാസത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാൻ പാടില്ല. അതാണ് വിശദീകരണത്തിൽ പറയുന്നത്. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വാമ റമളാൻ വഖാല ലാ തഖദ്ദമു റമളാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമളാൻ മാസം തുടങ്ങുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا جاء رمضان فتحت أبواب الجنة. അള്ളാഹു നമുക്കെല്ലാം നല്ലൊരു റമളാൻ തരട്ടെ, ആമീൻ. ഈ റയ്യാനി കൂടെ കയറാനുള്ള യോഗവും തരട്ടെ, ആമീൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമളാൻ മാസം തുടങ്ങുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും, നരകത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെടും, പിശാചുകളെ ചങ്ങലയിൽ ഇടും. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുക, റമളാൻ മാസത്തിലും നമ്മൾ തെറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ പിശാചുക്കളെ എല്ലാ 100% പിശാചുക്കളെയും ചങ്ങലയ്ക്ക് പൂട്ടിയിടാറില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം പള്ളിയിൽ നിന്ന് ഇറങ്ങാതെയായി പോകും. ചില പിശാചുക്കളെ മാത്രമാണ് പൂട്ടിയിടുന്നത്, ചില ശൈത്താനുകളെ മാത്രം. أنه سمع أبا هريرة رضي الله عنه يقول قال رسول الله صلى الله عليه وسلم إذا دخل رمضان فتحت أبواب السماء وغلفت أبواب جهنم وسلسلة الشياطين. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, റമളാൻ മാസത്തിൻ്റെ ചന്ദ്രക്കല അല്ലെങ്കിൽ മാസപ്പിറവി നീ കാണുമ്പോൾ നോമ്പ് പിടിക്കാൻ തുടങ്ങുക. ശവ്വാൽ മാസത്തിൻ്റെ പിറവി അല്ലെങ്കിൽ ചന്ദ്രക്കല നീ കാണുമ്പോൾ നോമ്പ് പിടിക്കൽ നിർത്തുക. ആകാശം മേഘാവൃതമാണെങ്കിൽ അല്ലെങ്കിൽ കാർമേഘമാണ്, അതുകൊണ്ട് നിനക്ക് നിലാവ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മാസപ്പിറവി കാണാൻ പറ്റുന്നില്ലെങ്കിൽ റമളാൻ മാസം 30 കൂട്ടുക. അഖ്ബർനി സാലിം ഇബ്നു അബ്ദുല്ലാ ഇബ്നു ഉമർ أن ابن عمر رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول إذا رأيتموه فصوموا وإذا رأيتموه فافطروا فإن غم عليكم فاقدروا له. ആരെങ്കിലും റമളാൻ മാസത്തിൽ ശരിയായ ചിന്തയോടെ അല്ലെങ്കിൽ ശരിയായ വിശ്വാസത്തോടെ നോമ്പ് പിടിച്ചാൽ, അതായത് ഇത് എൻ്റെ മേൽ നിർബന്ധമാണ്, ഞാനിത് അള്ളാഹുവിന് വേണ്ടി പിടിക്കുന്നതാണ് എന്നുള്ള ചിന്തയോടുകൂടി നോമ്പ് പിടിച്ചാൽ, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് നോമ്പ് പിടിക്കുന്നത്. അങ്ങനെ ചെയ്താൽ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ വനിയ്യതൻ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും ഖിയാമത്ത് നാളിൽ, എന്നിട്ട് അവരുടെ മേലിൽ വിധി പറയപ്പെടും അവരുടെ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ച്, നോമ്പാണല്ലോ പിടിക്കണമല്ലോ എന്നാണെങ്കിൽ അത്രേ കിട്ടുള്ളൂ, നോമ്പാണ് ഇത് പിടിക്കണം എന്നാണെങ്കിൽ അതിന് കുറച്ചുകൂടെ കൂലി കിട്ടും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വഖാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുബഅസൂന അലാ നിയ്യാതിഹിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം ആരെങ്കിലും നിലനിർത്തിയാൽ, അതായത് സമയത്ത് ചെയ്താൽ, ഖദ്ർ രാത്രിയിൽ, അതായത് ലൈലത്തുൽ ഖദ്ർ ആണ്, ഏകാഗ്രതയോടെയും വിശ്വാസത്തോടെയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയോടെയാണ്, ഫലം പ്രതീക്ഷിച്ചുകൊണ്ടും അങ്ങനെ ചെയ്താൽ അവൻ്റെ മുൻകാല പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കപ്പെടും. ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ റമളാൻ മാസത്തിൽ ഈമാനോടുകൂടി, അതായത് യഥാർത്ഥ വിശ്വാസത്തോടെയും അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും ആണെങ്കിൽ അവൻ്റെ എല്ലാ മുൻകാല പാപങ്ങളും പുറത്തു കൊടുക്കപ്പെടും. ഒരു മാസം മര്യാദയ്ക്ക് നോമ്പ് പിടിച്ചാൽ എല്ലാം ക്ലിയർ ആയി കിട്ടും. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه ومن صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. മുൻകാലങ്ങളിലുള്ളത് മുഴുവൻ എന്നാണ്, ജനിച്ചപ്പോൾ തൊട്ട് ഇന്നു വരെയുള്ള സകല പാപങ്ങളും പുറത്തു കിട്ടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ദാനശീലനായിരുന്നു, ഉദാരമതിയായിരുന്നു റമളാൻ മാസത്തിൽ.
അജ്വദു മാ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനു ഫി റമളാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ദാനശീലനായിരുന്നു, അല്ലെങ്കിൽ അങ്ങേയറ്റം അത്യുദാരനായിരുന്നു ആളുകൾക്കിടയിൽ. അപ്പോൾ അത്രയും ദാനശീലമുള്ള മനുഷ്യനെ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് ആ സമയത്ത്. അതുമാത്രമല്ല, റമളാൻ മാസത്തിൽ ഒന്നുകൂടെ കൂടുമായിരുന്നു, റസൂൽ ഉള്ളത് മുഴുവൻ കൊടുക്കുമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ റമളാൻ രാത്രിയിലും റസൂലിൻ്റെ അടുത്ത് വരുമായിരുന്നു ആ മാസം അവസാനം വരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരണീയമായ ഖുർആൻ ജിബ്രീലിനെ ഓതി കേൾപ്പിക്കുമായിരുന്നു. ജിബ്രീൽ അങ്ങനെ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം ഭയങ്കര ദാനശീലനായി അല്ലെങ്കിൽ ഉദാരമതിയായിട്ടായിരുന്നു ഇരുന്നത്. നല്ല കാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മഴയെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സന്തോഷ വാർത്തകൾ അറിയിക്കുന്ന നല്ല കാറ്റുകൾ, ആ കാറ്റുകളെക്കാളും നന്മയുള്ളവനായിരുന്നു. അത് കാറ്റെന്നൊക്കെ പറഞ്ഞാൽ നല്ല കുളിർമ, സന്തോഷം, ചൂട് കുറവ്, മഴ പെയ്യിപ്പിക്കുക, പിന്നെ മരങ്ങളിലൊക്കെ ഉള്ള പൂക്കളെ പരാഗണം നടത്താൻ, കൃഷി വന്നെങ്കിൽ, അങ്ങനെ സകല കാര്യങ്ങൾ. അതായത് കാറ്റ് എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ഒരു അനുഗ്രഹമാണ്. അതിനേക്കാളും നല്ല സ്വഭാവമുള്ള ആളായിരുന്നു റസൂൽ. ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ അങ്ങനെയായിരുന്നു നോമ്പിൽ റസൂലിനെ കണ്ടിരുന്നത്. അന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദ അന്നാസി ബിൽ ഖൈർ വകാന അജ്വദ മാ യകൂനു ഫി റമളാന ഹീന ഇൽഖാഹു ജിബ്രീൽ വകാന ജിബ്രീൽ അലൈഹിസ്സലാമു ഇൽഖാഹു കുല്ല ലൈലത്തിൻ ഫി റമളാന ഹത്താ യൻസലിഖ യഅരിദു അലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ ഫഇദാ ലഖിയഹു ജിബ്രീൽ അലൈഹിസ്സലാമു കാന അജ്വദ ബിൽ ഖൈരി മിനർ റീഹിൽ മുർസലത്ത്. നോമ്പ് പിടിച്ചുകൊണ്ട് നുണ പറയുന്നവൻ, ആരെങ്കിലും നുണ പറച്ചിൽ നിർത്താതിരിക്കുക, അല്ലെങ്കിൽ ആ തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക, എന്നിട്ട് നോമ്പിലുമാണ്. നമ്മൾ വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്യുന്നത്, രാഷ്ട്രീയക്കാരെ കുറ്റം പറയുന്നത്, നമ്മുടെ എതിരാളികളെ മാനം കെടുത്തുന്നത്, ഇതൊക്കെ വരും നോമ്പ് കാലത്ത്. മല്ലം യദാ ഖൗലസൂരി വൽ അമലി ബിഹി ഫിസ്വവും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഈ നുണ പറച്ചിലും തെറ്റായ വചനങ്ങളും ഒക്കെ നിർത്താതിരുന്നാൽ, അതിനു മേളിൽ പ്രവർത്തിച്ചാൽ, ആ നുണകളുടെ മേളിലും ചീത്ത ഉദ്ദേശങ്ങളുടെ മേളിലും പ്രവർത്തിക്കുകയും ചെയ്താൽ, അള്ളാഹുവിന് അവൻ ആഹാരം ഉപേക്ഷിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ വെള്ളം ഉപേക്ഷിക്കുന്നതിൻ്റെയോ ആവശ്യം ഇല്ല. അതായത് നോമ്പ് പിടിച്ച് പട്ടിണി ഇരിക്കുന്നതിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അവൻ പട്ടിണി ഇരിക്കേണ്ട കാര്യമൊന്നും അള്ളാഹുവിനും ഇല്ലയെന്ന്, അതിനെ നോമ്പായിട്ട് കൂട്ടിയിട്ടില്ല. ആ നോമ്പ് സ്വീകരിക്കുകയും ഇല്ല. ഫത്ഹുൽ ബാരിയിൽ കൂടുതൽ വിശദീകരണമുണ്ട്. ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞാൽ ഈ ബുഖാരി എന്ന് പറയുന്ന ഈ കിതാബുകളുടെ വിശദീകരണത്തിനെയാണ് ഫത്ഹുൽ ബാരി എന്ന് പറയുന്നത്. عن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم من لم يدع قول الزور والعمل به فليس الله حاجة في أن يدع طعامه وشرابه. അവൻ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഇരിക്കുക. ആരെങ്കിലും ചീത്ത വിളിക്കപ്പെട്ടാൽ അവൻ ഇങ്ങനെ പറയണോ, ഞാൻ നോമ്പുകാരനാകുന്നു. ഹൽ യഖൂലു ഇന്നി സ്വായിമുൻ ഇദാ ശുതിമ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അല്ലാഹു പറഞ്ഞു, ആദം സന്തതികളുടെ എല്ലാ നന്മകളും അവർക്കുള്ളതാകുന്നു, പ്രവൃത്തികളൊക്കെ നോമ്പ് ഒഴികെ അത് എനിക്കുള്ളതാകുന്നു. അപ്പോൾ നോമ്പ് നമുക്കല്ല, അള്ളാഹുവിനുള്ളതാണ്. നിസ്കാരവും സക്കാത്തും പിന്നെ നല്ലത് പറയുന്നതും ആളുകളെ കാണുമ്പോൾ ചിരിക്കുന്നതും സലാം ചൊല്ലുന്നതും എല്ലാ കാര്യങ്ങളും നമുക്കുള്ളതാണ്. നമ്മൾ ഓരോന്നും ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലുന്നത് എല്ലാം. പക്ഷെ നോമ്പ് മാത്രം അള്ളാഹുവിനുള്ളതാകുന്നു, അത് നമുക്കുള്ളതല്ല. അതിനുള്ള കൂലി നാമാണ് കൊടുക്കുക. നോമ്പ് പിടിക്കുക എന്നുള്ളത് ഒരു പരിചയമാകുന്നു, അല്ലെങ്കിൽ ഒരു മറയാകുന്നു നരകത്തീയിൽ നിന്നുള്ളത്, പിന്നെ തിന്മ ചെയ്യുന്നതിൽ നിന്നുള്ളത്. അപ്പോൾ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിന്മ ചെയ്യാതിരിക്കാൻ തോന്നും, അല്ലെങ്കിൽ തിന്മയിൽ നമ്മളെ പിടിച്ചു നിർത്തും. ഇപ്പം മുമ്പുള്ള ഹദീസ് പറഞ്ഞതുപോലെ ചീത്ത പറയുകയോ നുണ പറയുകയോ അല്ലെങ്കിൽ നുണകളുടെ മേലിൽ പ്രവർത്തിക്കുകയോ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ആരെങ്കിലും നോമ്പ് പിടിക്കുകയാണെങ്കിൽ അവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ, അവൻ്റെ ഭാര്യയിൽ നിന്ന് വഴക്കുണ്ടാക്കാതിരിക്കട്ടെ. ആരെങ്കിലും അവനോട് വന്ന് വഴക്കടിക്കുകയോ യുദ്ധം ചെയ്യുകയോ ചെയ്താൽ അവൻ പറയുക, ഞാൻ നോമ്പ് പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നോമ്പുകാരനാണ്. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണേ, അതായത് അള്ളാഹു ആണേ സത്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോമ്പുകാരൻ്റെ വായിൽ നിന്നുള്ള മണം അള്ളാഹുവിൻ്റെ അടുക്കൽ മസ്ക്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ വില കൂടിയ സുഗന്ധമാണ് ഉദ്ദേശിക്കുന്നത്, അതിനേക്കാളും സുഗന്ധം ഉള്ളതാകുന്നു. നോമ്പുകാരന് രണ്ടു തരം ആനന്ദം ഉണ്ട്, അല്ലെങ്കിൽ സുഖം ഉണ്ട്. ഒന്ന് നോമ്പ് പിടിച്ചിട്ട് നോമ്പ് മുറിക്കുമ്പോൾ ഇഫ്താർ. രണ്ടാമത്തത് അവൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ. അപ്പോൾ അവൻ ഭയങ്കരമായി സംതൃപ്തനായിരിക്കും, കാരണം അവൻ്റെ നോമ്പുകളെ കൊണ്ട്. നോമ്പിൽ നിന്ന് കിട്ടാൻ പോകുന്ന കൂലിക്ക് കണക്കൊന്നുമില്ല. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളൊക്കെയാണ് ഫ്ലാറ്റ് ആവുക അവിടെ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും ആമീൻ.
أنه سمع أبا هريرة رضي الله عنه يقول قال رسول الله صلى الله عليه وسلم قال الله كل عمل ابن آدم له إلا الصيام فإنه لي وأنا أجزي به والصيام جنة وإذا كان يوم صوم أحدكم فلا يرفث ولا يسخب فإن سابه أحد أو قاتله فليقل إني امرؤ صائم والذي نفس محمد بيده لحلوف فم الصائم أطيب عند الله من ريح المسك للصائم فرحتان يفرحهما إذا أفطر فرح وإذا لقي ربه فرح بصومه. വിവാഹേതര ലൈംഗികബന്ധത്തിൽ ഏർപ്പെടും എന്ന് ഭയക്കുന്നവർക്ക് നോമ്പ് പിടിക്കാൻ വേണ്ടി ഉപദേശിക്കുന്നു. കല്യാണം കഴിക്കാത്തവർ എന്നിട്ട് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ നോമ്പ് പിടിക്കട്ടെ. അസൗമി ലിമൻ ഖാഫ് അലാ നഫ്സിഹിൽ ഹുസുബത്ത. അൽഖാമ വിശദീകരിക്കുന്നു, ഞാൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നടന്നു പോവുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, കല്യാണം കഴിക്കാൻ കഴിവുള്ളവൻ കല്യാണം കഴിക്കട്ടെ. അപ്പം അതായത് ഒരു ആളെ കൂടെ പോറ്റാനുള്ള ചെലവിന് കൊടുക്കാനുള്ള കാശുണ്ട്, ശാരീരിക ശേഷിയും കഴിവും ഒക്കെ ഉണ്ട് എങ്കിൽ അവൻ കല്യാണം കഴിക്കട്ടെ. പിന്നെ പൈസയും ഉണ്ടെങ്കിൽ മഹർ കൊടുക്കാനുള്ള. കാരണം അത് അവൻ്റെ ദൃഷ്ടി താഴ്ത്താൻ സഹായിക്കും. വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ മറ്റ് സ്ത്രീകളെയൊക്കെ നോക്കുന്നതിൽ നിന്ന് അവരെ കാണുമ്പോൾ തല താഴ്ത്താൻ അവനെ സഹായിക്കും. അവൻ്റെ ഗുഹ്യസ്ഥാനം സംരക്ഷിക്കാൻ അവനെ സഹായിക്കും വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന്. കല്യാണം കഴിക്കാൻ കഴിവില്ലാത്തവൻ അവൻ നോമ്പ് പിടിക്കട്ടെ. അവനോട് നോമ്പ് ഉപദേശിച്ചിരിക്കുന്നു. നോമ്പ് ലൈംഗിക ശക്തി കുറയ്ക്കും. عن علقمة قال بين أنا أمشي مع عبد الله رضي الله عنه فقال كنا مع النبي صلى الله عليه وسلم فقال من استطاع الباءة فليتزوج فإنه أغض للبصر وأحسن للفرج ومن لم يستطع فعليه بالصوم فإنه له وجاء. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം അല്ലെങ്കിൽ പറഞ്ഞത്, നോമ്പ് പിടിക്കുക റമളാൻ മാസപ്പിറവി അല്ലെങ്കിൽ ചന്ദ്രക്കല കണ്ടാൽ. നോമ്പ് പിടിക്കൽ നിർത്തുക ശവ്വാൽ മാസപ്പിറവി അല്ലെങ്കിൽ ചന്ദ്രക്കല കണ്ടാൽ. ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅയ്തുൽ ഹിലാല ഫസൂമു ഫഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു. അമ്മാർ പറയുന്നു, ആരൊക്കെ നോമ്പ് പിടിക്കുന്നുവോ സംശയമുള്ള ദിവസങ്ങൾ അവർ അബുൽ ഖാസിമിനെ അനുസരിക്കാതിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അബുൽ ഖാസിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഖാസിമിൻ്റെ വാപ്പ. ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, സംശയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റമളാൻ 1 ആയോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. ചിലപ്പോൾ ശഅബാൻ്റെ അവസാന ദിവസമായിരിക്കും, അത് കഴിഞ്ഞു പോകുന്ന മാസം. അപ്പോൾ അത് ഉറപ്പില്ലാതെ നോമ്പ് പിടിക്കരുത്. അങ്ങനെ പിടിച്ചാൽ നിങ്ങൾ റസൂലിനെ അനുസരിക്കാതിരിക്കുന്നവരിൽ പെട്ടുപോകും. വഖാല സുലത്തു അൻ അമ്മാരിൻ മൻ സാമ യൗമശ്ശക്കി ഫഖദ് അസാ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിനെ പറ്റി പറഞ്ഞു, നിങ്ങൾ നോമ്പ് പിടിക്കരുത് റമളാൻ മാസപ്പിറവി അല്ലെങ്കിൽ ചന്ദ്രക്കല കാണുന്നത് വരെ. നോമ്പ് വിടരുത് അല്ലെങ്കിൽ നോമ്പ് പിടി നിർത്തരുത് ശവ്വാൽ മാസപ്പിറവി അല്ലെങ്കിൽ ചന്ദ്രക്കല കാണുന്നത് വരെ. പക്ഷേ ആകാശത്തിൽ കാർമേഘമാണ്, നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ, നിലാവ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കണക്ക് കൂട്ടുക. അതായത് ശഅബാൻ 30 ആയി കൂട്ടുക, റമളാൻ 30 ആയി കൂട്ടുക. എന്നിട്ട് അടുത്ത മാസത്തേക്ക് നീങ്ങുക. عن عبد الله بن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم ذكر رمضان فقال لا تصوموا حتى تروا الهلال ولا تفطروا حتى تروه فإن غم عليكم فاقدروا له. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 29 ദിവസം ഉള്ള മാസവും ആവാം, അതുകൊണ്ട് നിങ്ങൾ നിലാവ് കാണുന്നതുവരെ നോമ്പ് പിടിക്കരുത്. ആകാശത്തിൽ കാർമേഘമാണെങ്കിൽ ശഅബാൻ 30 ആവുന്നതുവരെ കാത്തിരിക്കുക. عن عبد الله بن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال الشهر 29 ليلة فلا تصوموا حتى تروه فإن غم عليكم فأكملوا العدة 30.
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാസം എന്ന് പറയുന്നത് ഇതും അതും പോലെയൊക്കെയാണ്. അത് പറയുമ്പോൾ അദ്ദേഹം 2 കൈയും, അതായത് കൈയുടെ വിരലുകളും 3 പ്രാവശ്യം കാണിച്ചു. 3-ാമത്തെ പ്രാവശ്യം തള്ളവിരൽ കാണിച്ചില്ല. അതായത് 10, 10, 9 എന്ന് കാണിക്കുന്നത് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. 3 പ്രാവശ്യം കൈ കാണിച്ചു, 3-ാമത്തെ പ്രാവശ്യം തള്ളവിരൽ കാണിച്ചില്ല, മടക്കി പിടിച്ചു. അതായത് മാസം 29 ആവാം. സമയത്തു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യഖൂൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശഹ്റു ഹകദാ വഹകദാ വഖനസൽ ഇബ്ഹാമ ഫി സാലിസ. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.